വെൽക്കം ടു അന്നാസ് കോർണർ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ടാണ്. നമ്മൾ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മൃദുവായിട്ട് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ വെള്ളം അല്ലെങ്കിൽ 1 ടീസ്പൂൺ പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് ഉള്ള ഓംലെറ്റ് കിട്ടും. ടിപ്പ് നമ്പർ 2, നമ്മൾ ദോശ, അപ്പം ഇവയൊക്കെ ദോശക്കല്ലിൽ ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് കല്ലിൽ ഒട്ടിപ്പിടിക്കാറില്ലേ? മിക്കവാറും ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞെടുക്കുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഒരു എഗ്ഗ് കൊണ്ട് ബുൾസൈ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് ഓയിൽ പുരട്ടിയിട്ട് ദോശ അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കിയെടുക്കുക. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. ചിലർ ഉള്ളി കൊണ്ട് എണ്ണ പുരട്ടും. അങ്ങനെ പല രീതിയിൽ ട്രൈ ചെയ്തിട്ട് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് ഈ മുട്ട പൊരിക്കുന്നതാണ്. ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദോശ അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ദോശക്കല്ല് എപ്പോഴും കഴുകി ഉണങ്ങി വെച്ചതിന് ശേഷം അതിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് എടുത്തു വെക്കുന്നതാണ് എപ്പോഴും ദോശക്കല്ല് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണത്. അതൊരു ചെറിയ ടിപ്പാണ്. ടിപ്പ് നമ്പർ 3, നമ്മൾ പഞ്ചസാര സാധാരണ സൂക്ഷിച്ചു വെക്കുമ്പോൾ ചെറുതായിട്ടെങ്കിലും അടപ്പില് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഉറുമ്പ് കയറാനുള്ള ചാൻസ് ഇല്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് 3-4 ഗ്രാമ്പു പഞ്ചസാര പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മാത്രം മതി. ഉറുമ്പ് കയറില്ല. പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ഉറുമ്പിന്റെ ശല്യം കൂടുതലാണ്. അങ്ങനെയുള്ളവര് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. ടിപ്പ് നമ്പർ 4, നമ്മൾ ഉപ്പുപൊടി ഡൈനിങ് ടേബിൾ എടുത്ത് വെക്കുമ്പോൾ ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് അലിഞ്ഞ് കട്ട പിടിച്ചിരിക്കും. അങ്ങനെ വരുമ്പോൾ ഉപ്പ് ബോട്ടിലിന്റെ ഹോൾസ് ഒക്കെ ഉപ്പ് കൊണ്ട് അടഞ്ഞിരിക്കും. അങ്ങനെയുള്ളവര് ആ ബോട്ടില് ഉപ്പിന്റെ കൂടെ കുറച്ച് അരിമണി, ഒരു 2-3 അരിമണി ഇട്ട് വെച്ചതിന് ശേഷം നന്നോട്ടൊന്ന് ഇളക്കിയിട്ട് എടുത്തു വെച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്ക് ഈർപ്പമില്ലാതെ ഉപ്പുപൊടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ടിപ്പ് നമ്പർ 5, നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇവയൊക്കെ ടിന്നിലാക്കി സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത് കട്ട കെട്ടി പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവാതെ ഇരിക്കാന് നമ്മൾ ഈ പൊടികൾ ഇട്ട് വയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പുപൊടിയൂടെ ചേർത്ത് ഇളക്കി വെക്കുക. ഒരുപാട് ഇടരുത്, വളരെ കുറച്ച് മാത്രം ഇട്ട് ഇളക്കിയിട്ട് എടുത്ത് വയ്ക്കുക. ടിപ്പ് നമ്പർ 6, നമ്മൾ വെളുത്തുള്ളി അല്ലെങ്കിൽ ഗാർലിക് തൊലി പൊളിക്കുമ്പോൾ സാധാരണ 2 അറ്റവും മുറിച്ചിട്ട് ഒക്കെ അല്ലേ തൊലി പൊളിച്ച് എടുക്കാറ്. അപ്പൊ കുറച്ച് സമയം എടുക്കും. എന്നാൽ ഈ വെളുത്തുള്ളി ഇങ്ങനെ എടുത്ത് നെടുകയൊന്ന് ഈക്വലായിട്ട് പിളർന്നിട്ട് അല്ലെങ്കിൽ കീറി അടിച്ചിട്ട് 2 പീസായിട്ട് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തൊലി നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. ടിപ്പ് നമ്പർ 7, വെളുത്തുള്ളി കുറച്ച് അധികം പൊളിക്കണമെങ്കിൽ പ്രത്യേകിച്ച് അച്ചാറൊക്കെ ഇടാനായിട്ട് പൊളിക്കാനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ചിലപ്പോൾ അതുകൊണ്ട് നമ്മൾ പരിപാടി തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ പ്രത്യേകിച്ച് നല്ല പ്രയാസമാണ്. ഇങ്ങനെ വരുമ്പോൾ വെളുത്തുള്ളി അതേപടി എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി അതിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തൊലി പൊട്ടി വരുന്ന ആ ഒരു പരുവാകുമ്പോൾ, അല്ലെങ്കിൽ ഇളകി ഒന്ന് മാറി വരുന്ന ആ പരുവാകുമ്പോൾ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റുക. ഈസി ആയിട്ട് തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. നമുക്കിത് ഒരു മുറത്തിലിട്ടിട്ട് നല്ലോണം കൈകൊണ്ടൊന്ന് തിരുമ്മി എടുത്തിട്ട് ഒന്ന് പാറ്റിയെടുത്താൽ മാത്രം മതി. എൻ്റെ മുറവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ടിപ്പ് നമ്പർ 8, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ മുറിക്കുമ്പോൾ ചിലരുടെയൊക്കെ കൈ ചെറുതായിട്ട് നീറാറുണ്ട്. പ്രത്യേകിച്ച് സെൻസിറ്റീവായിട്ട് സ്കിന്നുള്ളവരുടെ കൈയൊക്കെ നീറുകയും പുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതിന് മുമ്പേ കുറച്ച് വെളിച്ചെണ്ണ കൈ പുരട്ടിയിട്ട് കട്ട് ചെയ്യുക. കൈ നീറുന്ന ആ പ്രോബ്ലം അങ്ങ് ഒഴിവായി കിട്ടും. ഇപ്പൊ ഞാൻ ഇഞ്ചി കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ.
ടിപ്പ് നമ്പർ 9. നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങുമ്പോൾ കുറെ വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പി വെച്ച് കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണല്ലോ പുഴുങ്ങുന്നത്. എന്നാലല്ലേ മുട്ട നന്നായിട്ട് പുഴുങ്ങി കിട്ടാറുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് സമയം പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് മുട്ട പുഴുങ്ങി എടുക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിൽ 1 ഗ്ലാസ് വെള്ളം അത്രയും ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചിട്ട് മുട്ട അതിലിട്ടിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഒറ്റ വിസിൽ മാത്രം വന്നാൽ മതി. ടിപ്പ് നമ്പർ 10. അതുപോലെ തന്നെ നമ്മൾ മുട്ട പുഴുങ്ങി കഴിഞ്ഞ് അത് പൊളിക്കാനായിട്ട് എടുക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്ത് പതിയെ അങ്ങനെ ഇരുന്നിട്ടാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് മുട്ട പൊളിച്ച് കിട്ടാറുള്ളൂ. അപ്പോൾ ഒരു മൂടിയുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് കൈ കൊണ്ടാണെങ്കിലും കവർ ചെയ്ത് പിടിച്ചിട്ട് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് കുലുക്കി നോക്കുക. അപ്പോൾ ഈ മുട്ടത്തോട് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ടിപ്പ് നമ്പർ 11. നമ്മൾ മിക്സിയുടെ ജാറിൽ മാവൊക്കെ അരച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സ്ക്രബ്ബറൊക്കെ ഇട്ട് ബ്ലേഡിന്റെ ഇടവഴിയൊക്കെ തേച്ച് നല്ല സമയമൊക്കെ എടുത്തിട്ടല്ലേ കഴുകാറ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ജാറ് കഴുകാനായിട്ട് ഒരു ടിപ്പ് പറയാം. ഈ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർക്കുക, ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ചേർക്കുക, 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുക. നല്ല ക്ലീൻ ആയിട്ട് നല്ല ആ ബ്ലേഡിന്റെ ഇടയിലൊക്കെ അഴുക്കൊക്കെ പോയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ജാറ് ക്ലീൻ ചെയ്ത് കിട്ടും. ടിപ്പ് നമ്പർ 12. നമ്മൾ ചില സമയത്ത് മീൻകറി ഉണ്ടാക്കുമ്പോൾ മീന് വലിയ ഉറപ്പില്ലാത്ത ഒക്കെ ആണെങ്കിൽ അത് പൊടിഞ്ഞു പോകാറില്ലേ, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒന്ന് മുറിഞ്ഞോ ഒക്കെ പോകാറുണ്ട്. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മീന് നല്ല ഉറപ്പുള്ളതായിട്ട് നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ കിട്ടണമെങ്കിൽ മീൻ കഴുകുന്നതിന് മുമ്പേ മീനിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും ഈ കുടംപുളി കഴുകിയ വെള്ളവും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് കഴുകിയെടുത്തിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ മീൻ നല്ല ഉറപ്പ് കിട്ടും. ടിപ്പ് നമ്പർ 13. നമ്മൾ മീൻ കറി വെക്കുമ്പോൾ മീനിൽ പുളിയൊക്കെ പിടിച്ചു വരാൻ കുറെ സമയം എടുക്കുമല്ലോ. അപ്പൊ നമ്മൾ മീൻ എടുക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ പുളി എടുത്ത് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. കുറച്ച് ചൂടുവെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് മീൻ ഉണ്ടാക്കുമ്പോൾ അതിൽ പൊടികൾ മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഈ വെള്ളത്തോടു കൂടി തന്നെ ഉപ്പും ചേർത്ത് വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മീനിൽ പെട്ടെന്ന് തന്നെ പുളി പിടിക്കും. ടിപ്പ് നമ്പർ 14. മിക്സിയുടെ ജാറിന് ബ്ലേഡ് മൂർച്ച കൂട്ടാനായിട്ട് അതിൽ കുറച്ച് ഉപ്പുപൊടി അല്ലെങ്കിൽ ചെറിയ ഉപ്പുകല്ലുണ്ടല്ലോ അതിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പലപ്പോഴും മാസത്തില് 1 പ്രാവശ്യമോ അല്ലെ 2 മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ മിക്സിയുടെ ആ ബ്ലേഡ് നല്ല ഷാർപ്പായിട്ട് നമുക്ക് കിട്ടും. ആ ബ്ലേഡ് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ടിപ്പ് നമ്പർ 15. നമ്മൾ അപ്പത്തിനും ദോശമാവിനും ഒക്കെ അരയ്ക്കുമ്പോൾ മിക്കവരും തന്നെ ഈസ്റ്റ് ചേർത്താണ് അരയ്ക്കാറ്. അല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് ഇത് പുളിപ്പിക്കാനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് ഫ്രിഡ്ജിൽ ഒരു 2-3 സ്പൂണ് എടുത്തു വെച്ച് സൂക്ഷിച്ചു വെക്കുക. അത് അരച്ചു വെക്കുന്ന ഈ മാവിൻ്റെ അകത്ത് 1-2 സ്പൂണ് ചേർത്ത് നല്ലോണം ഇളക്കിയെടുത്ത് സാധാരണ മാവ് എടുത്തു വെക്കുന്ന പോലെ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് മാവ് പുളിച്ച് നന്നായിട്ട് പൊങ്ങി തന്നെ നമുക്കത് കിട്ടും. ടിപ്പ് നമ്പർ 16. പച്ചമുളക് ഫ്രിഡ്ജിൽ കവറിലൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ചൊക്കെ ചീത്തയായി തുടങ്ങും, ചിലതൊക്കെ പഴുത്തു പോകും. അങ്ങനെ കേട് വരാതെ ഇത് സൂക്ഷിച്ച് ഫ്രഷ് ആയിട്ട് വെക്കാനായിട്ട് പച്ചമുളക് വെള്ളത്തിലിട്ട് കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്ത് സോക്ക് ചെയ്ത ശേഷം നല്ലോണം കഴുകി എടുത്തു വെക്കുക. വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് വെള്ളമയമില്ലാതെ എടുക്കുക. അല്ലെങ്കിൽ ഫാനിന്റെ താഴെ വെച്ച് ഉണക്കി എടുത്താലും മതി, വെയിലത്തിട്ട് ഉണക്കരുത്. എന്നിട്ട് ഇതിന് ഞെട്ടടർത്തി മാറ്റിയെടുത്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ നാള് കേടുവരാതെ നല്ല ഫ്രഷ് ആയിട്ട് പച്ചമുളക് ഇരിക്കും. ടിപ്പ് നമ്പർ 17. നമ്മൾ പുട്ടിന് പൊടി നനയ്ക്കുമ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് അല്ലെങ്കിൽ കട്ടയായിട്ട് അത് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഉടച്ച് ഇളക്കി മാറ്റി കുറച്ച് സമയമൊക്കെ എടുത്ത് പുട്ടിന് കുഴച്ചെടുക്കാറ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് നനച്ച് കിട്ടിയ കട്ടയൊക്കെ ആയി കിട്ടുന്ന ആ പരുവത്തില് കുറച്ചായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് 1 സെക്കൻഡ് പൾസിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. 1 സെക്കൻഡ് മാത്രം അടിച്ചാൽ മതി. പുട്ടിന് നനച്ച് നല്ല തരി തരിയായിട്ട് കിട്ടുകയും ചെയ്യും. പുട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും പുട്ട്.
ടിപ്പ് നമ്പർ 18. തേങ്ങ ചുരണ്ടിയെടുക്കാൻ ചിരവയില്ലാത്തവര്, വിദേശത്തൊക്കെ പ്രത്യേകിച്ചായിരിക്കുന്നവർക്ക് ഈസി ആയിട്ട് തേങ്ങ ചുരണ്ടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തേങ്ങ ചുരണ്ടിയെടുക്കാൻ സമയമൊക്കെ ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. തേങ്ങയുടെ ചിരട്ട പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിന്റെ ആ ഉള്ളിലെ ഭാഗം കഷ്ണങ്ങളായിട്ട് എടുക്കുക. തേങ്ങ മാത്രമായിട്ട് എടുത്ത് കഷ്ണങ്ങളായിട്ട് എടുക്കുക. അല്ലെങ്കിൽ തേങ്ങ കഷ്ണങ്ങളായിട്ട് പൂളിയെടുത്ത് മിക്സിയുടെ നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുന്ന ജാറുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ പൊടിക്കുന്ന ജാറിലാക്കിയിട്ട് പൾസിൽ പ്രസ് ചെയ്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഈസി ആയിട്ട് തേങ്ങ സ്ക്രേപ്പ് ചെയ്ത പോലെ തന്നെ കിട്ടും. ടിപ്പ് നമ്പർ 19. കറിവേപ്പില നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വാടി വരും, അല്ലെങ്കിൽ അതിന്റെ ഇലയൊക്കെ കറുത്തു പോകാറുണ്ട്. അങ്ങനെ വരാതിരിക്കാനായിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കറിവേപ്പില കഴുകി എടുത്തിട്ട് വലിയ തണ്ടിൽ നിന്ന് ഇതുപോലെ അടർത്തി മാറ്റി നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് അല്ലെങ്കിൽ ഫാനിന്റെ താഴെ വെച്ച് ഉണക്കിയെടുത്ത് ഒട്ടും വെള്ളമയമില്ലാതെ ഒരു എയർ ടൈറ്റ് പാത്രത്തിലിട്ട് സൂക്ഷിച്ചു വെക്കുക. ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ കുറേ നാള് കറിവേപ്പില 2-3 മാസമൊക്കെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ വിദേശത്തൊക്കെ പോകുന്നവർക്ക് നല്ല ഫ്രഷ് കറിവേപ്പില നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമല്ലോ, ആ കറിവേപ്പില നല്ല ബൾക്കായിട്ട് തന്നെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് ഇതേപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ, ഒരു 2-3 മാസം വരെ ഇങ്ങനെ കേടുകൂടാതെ ഇതിരിക്കും. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രീക്വൻ്റ് ആയിട്ട് നാട്ടിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രം മതി. ടിപ്പ് നമ്പർ 20. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ അതിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് ഇളക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുത്ത് നോക്കിയേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് കിട്ടും. ചിലപ്പോൾ ബീഫ് വേവാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ബീഫൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റ് ഒന്നും മാറാതെ നല്ലതായിട്ട് തന്നെ ബീഫ് നമുക്ക് വേവിച്ച് കിട്ടും. ടിപ്പ് നമ്പർ 21. മട്ടന് അല്ലെങ്കിൽ ആട്ടിറച്ചി ഉണ്ടാക്കുമ്പോൾ അതിൽ 2-3 സ്പൂൺ തൈരും, ടേബിൾ സ്പൂൺ തൈരും 1 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നല്ലോണം കൈകൊണ്ട് ഇളക്കി തിരുമ്മി എടുത്തിട്ട് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ നല്ല പൊളി സാധനം, ഒട്ടും സ്മെല്ലില്ലാത്ത ആട്ടിറച്ചി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആട്ടിറച്ചി ഇഷ്ടമില്ലാത്തവർ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുണ്ടല്ലോ, തീർച്ചയായിട്ടും നിങ്ങൾ അന്ന് മുതൽ ആട്ടിറച്ചിയുടെ ഫാനായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് എനാസ് കോർണർ. ടേക്ക് കെയർ. ബൈ ബൈ.